ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനീസിലെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ടൈപ്സ് ഓഫ് ലൈഫ് പോളിസീസ് ആണ്. പോളിസിയുടെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ടേംസുകളൊക്കെ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള പോളിസികൾ കോൺട്രാക്റ്റുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഹോൾ ലൈഫ് പോളിസി ഉണ്ട്, അതാണ് സാധാരണ ഉള്ളൊരു പോളിസി. ദിസ് ഈസ് ദ ഓർഡിനറി പോളിസി. ഇതെന്താണ്? ഓർഡിനറി പോളിസിയാണ്. In this type of policy, the sum assured become payable to the beneficiary only on the death of the insured. ഇൻഷുർഡ് എപ്പോഴാണോ ഡെത്ത് ആവുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ആയിരിക്കും ആ സം അഷ്യൂർഡ് പേ ചെയ്യുക. ദ ഇൻഷുർഡ് ഹാസ് ടു പേ പ്രീമിയം ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. ഇതാണ് നമ്മൾ ഹോൾ ലൈഫ് പോളിസി എന്നുള്ള രീതിയിൽ ഹോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത്. ആ ഹോൾ ലൈഫ് ഇൻഷുറൻസിൽ വരുന്ന കോൺട്രാക്റ്റ് അപ്പോൾ എന്തായിരിക്കും? ഹോൾ ലൈഫ് പോളിസി ആയിരിക്കും. ഓക്കെ, ഇനി എൻഡോൺമെൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട, ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിസി ദ സം അഷ്യൂർഡ് ബിക്കംസ് പേയബിൾ ഓൺ ദ അറ്റൈൻമെൻറ്റ് ഓഫ് സ്പെസിഫിക് ഏജ്. ഒരു സ്പെസിഫൈഡ് ഏജ് അറ്റൈൻ ചെയ്യുന്നതോട് കൂടിയാണ് എന്ത് ചെയ്യുക? ഒരു സ്പെസിഫൈഡ് ഏജ് അറ്റൈൻ ചെയ്യുക. ഓർ ഓൺ ദ ഡെത്ത് വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം സംഭവിക്കുക, ഒന്നെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് അറ്റൈൻ ചെയ്യുക, വയസ്സ് അറ്റൈൻ ചെയ്യുക. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 60 വയസ്സാവുക, അല്ലെങ്കിൽ അടിച്ചു പോവുക. അതിൽ ഏതാണോ ആദ്യം വരുന്നത് ആ രീതിയിലാണ് എൻഡോൺമെൻറ്റ് പോളിസി വരിക. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ആന്വിറ്റി പോളിസിയാണ്. ആന്വിറ്റി പോളിസി എന്ന് പറയുമ്പം ഈ പോളിസി, ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിസി ദ എമൗണ്ട് ഓഫ് പോളിസി ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ആന്വിറ്റീസ് എന്ന് പറഞ്ഞാൽ വർഷം നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക ചെയ്യുക. അപ്പം ആന്വിറ്റി ആയിട്ടായിരിക്കും അവിടെ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുക? ഫിക്സഡ് ആയിട്ട് വർഷം ഒരു പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സ് അങ്ങനെ കൊടുക്കുക ചെയ്യുക. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്വിറ്റി പോളിസി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആന്വിറ്റി പോളിസിൻ്റെ പ്രത്യേകത എന്താണ്? ആന്വിറ്റി പോളിസി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിക്സഡ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുക? കൊടുക്കുന്നുണ്ടാവുക. ഫോർ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഒരു നിശ്ചിത 20 കൊല്ലത്തേക്ക് 30 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ ഓർ ടിൽ ദ ഡെത്ത് ഓഫ് ഇൻഷുർ ആവുന്നവരെ. അപ്പോൾ ആന്വിറ്റിയിൽ വർഷത്തിലായിരിക്കും പേയ്മെൻറ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് ആന്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ എമൗണ്ട് വർഷം ഇങ്ങനെ കൊടുക്കുന്ന രീതിയായിരിക്കും. അതുകൊണ്ടാണ് ഫിക്സഡ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ എമൗണ്ട് ആയിരിക്കും കൊടുക്കാം, EMI ഒക്കെ പോലെ. ഇനി വിത്ത് പ്രോഫിറ്റ് പോളിസി എന്ന് പറയുമ്പം കമ്പനിക്ക് ബോണസായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ബോണസായിട്ട് എന്ത് ചെയ്യും? കൊടുക്കും. അതാണ് ഇൻ ദ കേസ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഓർ ഹിസ് നോമിനി വിൽ ഗെറ്റ് എ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ ICICIയിലാണെങ്കിൽ ICICIൻ്റെ പ്രോഫിറ്റിൽ ഒരു ഷെയർ കൊടുക്കും. എങ്ങനെ കൊടുക്കുക? പ്രോഫിറ്റ് എന്ന് പറഞ്ഞല്ല കൊടുക്കുക, ഇൻ ദ ഫോം ഓഫ് ബോണസ് ഇൻ അഡീഷൻ ടു ദ സം അഷ്യൂർഡിന് പുറമെ ബോണസായിട്ട് കൊടുക്കുന്നുള്ളതാണ്. ഇനി വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി, അവിടെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അണ്ടർ ദിസ് പോളിസി ദ ഇൻഷുർഡ്, അതായത് പോളിസി ഹോൾഡർ, ഗെറ്റ്സ് ഓൺലി എ ഫിക്സഡ് സം ഓഫ് മണി. ഒരു ഫിക്സഡ് സം ഓഫ് മണിയേ കിട്ടുള്ളൂ, അല്ലാതെ ഇനി ബോണസ് ഒന്നും കിട്ടൂല. ഹി ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി കോർപ്പറേഷൻ. ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ പ്രോഫിറ്റിൽ അവൻ എന്ത് ചെയ്യൂല? ഒരു വിഹിതം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറഞ്ഞാൽ സാധാരണ പാർട്ട്ണർഷിപ്പിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. +2 അക്കൗണ്ടൻസി പഠിച്ച സമയത്ത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അത് പാർട്ട്നേഴ്സിനെ മൊത്തം എല്ലാവരെയും കൂടെ ലൈഫിന്, ഇനി ഫാമിലി ആണെങ്കിൽ ഫാമിലീൻ്റെ മൊത്തം ലൈഫിന് അങ്ങനെയൊക്കെ എടുക്കുന്നതാണ്. എംപ്ലോയീസിൻ്റെത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. അവിടെ എംപ്ലോയീസ് മാറിയാലും അവിടെ എന്ത് ചെയ്യും? അതിലേക്ക് പുതിയ 70 എംപ്ലോയീസിന് ഉണ്ടാവുള്ളൂ, ഇന്ന ആളെന്നുണ്ടാവില്ല അതിൽ. ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് ഔട്ട് പോളിസി അപ്പോൺ ദ ജോയിൻറ്റ് ലൈഫ്സ് ഓഫ് 2 or more persons. ഉദാഹരണം, 2 or 3 2 കൂടുതൽ വ്യക്തികളുടെ എന്ത് ചെയ്യാണ്? ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ജോയിൻ്റ് ആയിട്ട് പോളിസി എടുക്കുകയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓർ 2 പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം, ഇങ്ങനെയൊക്കെ. ഇൻ ദിസ് കേസ് ദ സം അഷ്വേർഡ് എപ്പോഴാണ് കിട്ടുക? ഇതിൽ ഏതെങ്കിലും ഒരാൾ പോയാൽ തന്നെ എന്ത് ചെയ്യും? കിട്ടും. 2-3 പാർട്ട്നേഴ്സ് ഉണ്ടായാലും ഒരാൾ അടിച്ചു പോയാൽ ആ പൈസ കിട്ടും. ഇൻ ദിസ് കേസ് സം അഷ്വേർഡ് എന്താവും? സം അഷ്വേർഡ് become payable
ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് സർട്ടൻ പീരിയഡ് അല്ലെങ്കിൽ ഓൺ ദ ഡെത്ത് ഓഫ് എനി പേഴ്സൺ ഇൻഷുർഡ്. ഒന്നെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചാൽ, ഇൻഷുർഡിൻ്റെ ഡെത്ത് സംഭവിച്ചാൽ അങ്ങനെയാണ് ഇതിൻ്റെ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് എന്ത് ചെയ്യുക, കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ചിൽഡ്രൻസ് ഡെഫേർഡ് ഇൻഷുറൻസ് ഉണ്ട്. അതെന്താണ്? ദിസ് ടൈപ്പ് ഓഫ് പോളിസി ഈസ് ടേക്കൺ ബൈ ദ പാരൻസ് ആണ് എടുക്കുക ഓൺ ദ ലൈഫ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ്റെ ലൈഫിൻ്റെ മേലിലാണ് എടുക്കുക വിത്ത് എ വ്യൂ ടു പ്രൊവൈഡിങ് ഫണ്ട് ഫോർ മീറ്റിംഗ് എക്സ്പെൻസസ് ഫോർ ദെയർ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ മാരേജ് ഇവൻ ദേ കം ഓഫ് ഏജ്. ഒരു നിശ്ചിത വയസ്സായി കഴിഞ്ഞാൽ അവരുടെ മാരേജിനോ അല്ലെങ്കിൽ അവരുടെ വലിയ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അത്യാവശ്യം എമൗണ്ടൊക്കെ ചിലവാക്കാൻ, അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിൽഡ്രൻസിന് വേണ്ടി പാരൻസ് എടുക്കുന്നതാണ് ചിൽഡ്രൻ ഡെഫേർഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ ആക്സിഡൻറ്റ് ഇൻഡംനിറ്റി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് പോളിസി ഇതെന്താ സംഭവിച്ചാൽ ഇൻഷുറൻസ് നമുക്ക് ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിൽ ഡബിൾ പൈസ കിട്ടും, അങ്ങനത്തതാണ്. അക്കോർഡിംഗ് ടു ദിസ് പോളിസി ഇഫ് ദ ഇൻഷുർഡ് ഡേസ് ബിക്കോസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് കാരണത്താൽ ആൾ അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസ് റെപ്രസെൻറ്റേറ്റീവ് വിൽ ഗെറ്റ് ഡബിൾ ദ എമൗണ്ട് ഓഫ് ദ പോളിസി. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഡബിൾ പൈസ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. 6 മിനിറ്റിലായിട്ടുള്ളൂ. നമുക്ക് ഇമ്പോർട്ടൻസ് ടേംസിലേക്കും കൂടെ പോവാം. അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്, അതിൽ കുറച്ച് ആദ്യം നിന്ന് ഡിസ്കസ് ചെയ്യുക, പിന്നെ കുറച്ച് അങ്ങനെ പോവാം. ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇത്, അല്ലേ? പ്രീമിയം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അല്ലേ? ഇൻഷുറൻസ് കമ്പനീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻകം ആണ്. പ്രീമിയം ഈസ് കൺസിഡറേഷൻ വിച്ച് ദ ഇൻഷുർഡ് ഹാസ് ടു പേ. ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തി പേ ചെയ്യേണ്ട എന്താണ്, കൺസിഡറേഷനാണ് പ്രീമിയം എന്ന് പറയുന്നത്. ആർക്കാ കൊടുക്കേണ്ടത്? ഇൻഷുറൻസ് കമ്പനിക്ക്. എന്തിനാ കൊടുക്കേണ്ടത്? ഫോർ പ്രൊട്ടക്ഷൻ ഗിവൺ ടു ഹിം. ആ ഇൻഷുർഡിന് പ്രൊട്ടക്ഷൻ കൊടുത്തതിന് വേണ്ടിയിട്ട്, അങ്ങനെയല്ലേ? അപ്പോൾ പ്രീമിയം പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻഷുറൻസ് അഗ്രിമെൻറ്റിൻ്റെ സമയത്ത് കൊടുക്കുന്ന ഫസ്റ്റ് പ്രീമിയത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇയർ പ്രീമിയം എന്ന് വിളിക്കും, അത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. പ്രീമിയം പെയ്ഡ് സബ്സീക്വൻ്റ്ലി, പിന്നീട് കൊടുക്കുന്ന പ്രീമിയത്തിന് നമ്മൾ എന്താ വിളിക്കുക? റിന്യൂവൽ പ്രീമിയം എന്നാണ് വിളിക്കുക. ഇൻ കേസ് ഓഫ് ടോട്ടൽ പ്രീമിയം ഈസ് പെയ്ഡ് ഓൺലി വൺസ്, ഒറ്റ തവണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ സിംഗിൾ പ്രീമിയം എന്നും പറയും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് കൊടുക്കുന്നതിനെ ഫസ്റ്റ് ഇയർ പ്രീമിയം എന്നും, പിന്നെ ഓരോ വർഷം കൊടുക്കുമ്പോൾ റിന്യൂവൽ പ്രീമിയം എന്നും, ഇനി ഒരൊറ്റ പേയ്മെൻറ്റ് കൊടുക്കുന്നുള്ളെങ്കിൽ സിംഗിൾ പ്രീമിയം എന്ന് വിളിക്കും. ഇനി കമ്മീഷൻ ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ആർക്ക് കൊടുക്കുന്നതാണ്? അതിൻ്റെ ഏജൻറ്റുമാർക്ക് കൊടുക്കുന്നതാണ്. ഇൻ കൺസിഡറേഷൻ ഓഫ് ദ ബിസിനസ് പ്രൊക്യൂർഡ് ത്രൂ ദം. ആ ഏജൻറ്റുമാരിലൂടെയാണ്, LICക്കൊക്കെ ഏജൻറ്റുമാരെ കണ്ടില്ലേ, അവരിലൂടെയാണ് ആ ഫണ്ട് എന്ത് ചെയ്യുക, കിട്ടുക. അതാണ്. അപ്പം കൺസിഡറേഷൻ ഫോർ ആന്വിറ്റി ഗ്രാൻറ്റഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിഡറേഷൻ ഫോർ ആന്വിറ്റി ഗ്രാൻറ്റഡ് എന്നുള്ളതാണ്. ഇതെന്താണ്? ദിസ് ഈസ് ദ ലംസം എമൗണ്ട്. ഇതൊരു ലംസം എമൗണ്ട് ആണ് റിസീവ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നതാണ്. ഇൻ ദ ബിഗിനിങ് ആദ്യത്തെ തന്നെ ആസ് കൺസിഡറേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ആന്വിറ്റി പേ ചെയ്യുന്നതിന് കൺസിഡറേഷനായിട്ട്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദിസ് അക്കൗണ്ട് ദ കമ്പനി മേക്സ് ദ ആനുവൽ പേയ്മെൻറ്റ്. ഇനി ഇതിലൂടെയാണ് എന്ത് ചെയ്യുക? കമ്പനി ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദിസ് എമൗണ്ട്, ഈ എമൗണ്ടിൽ നിന്നാണ് ദ കമ്പനി മേക്സ് ദ ആനുവൽ പേയ്മെൻറ്റ് എന്ത് ചെയ്യാണ്? ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുക? കൊടുക്കുക. അതിനാണ് കൺസിഡറേഷൻ ഫോർ ആന്വിറ്റി ഗ്രാൻറ്റഡ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ദിസ് ഈസ് ദ ലംസം എമൗണ്ട്. ആ ലംസം എമൗണ്ട് ആണ് റിസീവ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നതാണ്. എപ്പോൾ കിട്ടുന്നതാണ്? ഇൻ ദ ബിഗിനിങ്, വർഷത്തിൻ്റെ ആദ്യത്തിൽ. ആസ് കൺസിഡറേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ആന്വിറ്റി പേയ്മെൻറ്റ് നടത്തുന്നതിന് കൺസിഡറേഷനായിട്ട്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദിസ് എമൗണ്ട്, ഈ എമൗണ്ടിൽ നിന്നാണ് ദ കമ്പനി മേക്സ് ദ ആനുവൽ പേയ്മെൻറ്റ്. ഈ എമൗണ്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ആനുവൽ പേയ്മെൻറ്റ് എന്ത് ചെയ്യുക? കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആന്വിറ്റി, ഇതിന് എക്സാമ്പിളൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. Annuity is the annual payment made by the insurance company to the insured out of the lump sum received in the beginning എന്ത് ചെയ്യാണ്? ആന്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ആന്വിറ്റി എന്ന് പറഞ്ഞാൽ ആനുവൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്ന എന്താണ്? ആനുവൽ പേയ്മെൻ്റ് ആണ് ടു ദ ഇൻഷുർഡിന് ഔട്ട് ഓഫ് ദ ലംസ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വലിയൊരു എമൗണ്ട് ആദ്യത്തെ തന്നെ എന്ത് ചെയ്യും? ഒരു വലിയൊരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കും. ഉദാഹരണത്തിന് 10 ലക്ഷം.
അവിടെ 10 ലക്ഷം തന്നെയല്ലേ കൊടുത്ത്. ഇനി 10 ലക്ഷം കൊടുത്തു. ഇൻഷുറൻസ് കമ്പനീൻ്റെ അടുത്ത് ഇപ്പം എന്താണ് കൺസിഡറേഷൻ ഫോർ ആനുറ്റി എന്ന് പറഞ്ഞിട്ടൊരു 10 ലക്ഷം രൂപ ഉണ്ട്. ആദ്യം കിട്ടിയ 10 ലക്ഷം അല്ലേ. അപ്പം ഇവിടെ ഇൻഷുറൻസ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 ലക്ഷം ആദ്യം കിട്ടി. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത് ദിസ് ഈസ് ദ ലംസം എമൗണ്ട് റിസീവ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിക്ക് ആദ്യം ഒരു 10 ലക്ഷം രൂപ കിട്ടി. ഇനി വർഷം എന്ത് ചെയ്യും, ഈ 10 ലക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഈ ആൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, വീതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ 10 ലക്ഷത്തിന് ലാസ്റ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ 15-16 ലക്ഷം ഉണ്ടാവും. ഈ 10 ലക്ഷം വെച്ച് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ അയാളെ ലൈഫ് കഴിയുന്നവരെ മാസം കുറച്ച് പൈസ കൊടുക്കും. അതാണ്. അപ്പോൾ ആദ്യം കിട്ടുന്ന ഈ 10 ലക്ഷത്തിനെ നമ്മളെന്ത് വിളിക്കും, കൺസിഡറേഷൻ ഫോർ ആനുറ്റി എന്നും, പിന്നെ കിട്ടുന്ന ഈ ഓരോ മാസം ഇങ്ങോട്ട് തിരിച്ച് പേ ചെയ്യൂലേ, ഇതിനെ എന്താണ് ആനുറ്റി എന്ന് വിളിക്കും. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പം എന്താണ് ദിസ് ഈസ് ദ ലംസം എമൗണ്ട് റിസീവ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ഇൻ ദ ബിഗിനിങ് ആസ് കൺസിഡറേഷൻ ഫോർ പേയ്മെൻറ്റ്. അതാണ് ഫസ്റ്റ് കിട്ടുന്ന പൈസ. ആനുറ്റി പേയ്മെൻറ്റിനുള്ള കൺസിഡറേഷനായിട്ട് ബിഗിനിങ്ങിൽ തന്നെ കിട്ടുന്ന പൈസനെ കൺസിഡറേഷൻ ഫോർ ആനുറ്റി എന്ന് പറയും. ഇനി ആനുറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആനുവൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ടു ദ ഇൻഷുർഡ് ഔട്ട് ഓഫ് ദ സം റിസീവ്ഡ്. അപ്പോൾ ഈ 10 ലക്ഷത്തിൽ നിന്ന് പിന്നെ ഇങ്ങനെ കൊടുക്കണില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ആനുറ്റി എന്ന് പറയുക. ഇനി എക്സാമ്പിൾ ഇനി വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഒന്ന് വായിച്ചു നോക്കണ്ടേ. ഓക്കെ, ഇവിടെ 10 ലക്ഷത്തിന് കൺസിഡറേഷൻ ഫോർ ആനുറ്റി എന്നും 80,000 ആനുറ്റി എന്നും വിളിക്കും. അത്രയേ ഉള്ളൂ. എത്ര മിനിറ്റായി? 11 മിനിറ്റായില്ലേ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്. റീഇൻഷുറൻസ് ഒക്കെ സെപ്പറേറ്റ് നല്ലപോലെ വേറെ പറയാനുണ്ട്, അത്യാവശ്യം ടൈം എടുക്കും. അത് നമുക്ക് പിന്നെ പറയാം. ഈ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.